അയ്യോ വെയിലേ എന്റെ ഐഡിയ ആയിപ്പോയി. അയ്യോ ഈ ബിൽഡിംഗ് ചൂടൊക്കെ കൂടി ഇങ്ങോട്ടടിക്കും. ഇവിടെ കുറച്ച് തണലുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. 46 ദറംസ്. അപ്പം ഗൈസ്, കഴിഞ്ഞ ആഴ്ച നടക്കാതെ പോയ എൻ്റെ സ്പൈഡർമാൻ സിനിമ ഈ ഞായറാഴ്ച ഞാൻ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഞായറാഴ്ച 12 മണിക്ക് ശേഷം, ഇപ്പോൾ സമയം 11:10 അങ്ങനെ എന്തായിട്ടുള്ളൂ. ഏതായാലും കുറച്ച് നടക്കാണ്ട് ഇവിടുന്ന് പോയൊക്കെ അവിടെ എത്തിയിട്ട് പണം കാണാൻ പറ്റുമോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ. അവിടെ എത്തുമെന്നാവോ ഈ വെയിലത്ത്. എന്തായാലും ഞാൻ ഒറ്റക്കുള്ളൂ. സാറ് ഇന്നലെ കളി കഴിഞ്ഞെത്തിയപ്പോൾ ഒരു നേരമൊക്കെയാണ്. അപ്പോൾ നല്ല ഉറക്കമാണ്. 3 മണി 4 മണിയൊക്കെ എത്തിക്കണം എത്തിയപ്പോൾ. അപ്പോൾ നല്ല ഉറക്കമാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോകുമെന്ന് വിചാരിച്ചു. വേറെ ആരും ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചേക്കന്മാർ വെയിലും അല്ലേ, വെറുതെ എന്തെങ്കിലും നടത്തി. എന്തായാലും ഞാൻ നടന്നിട്ട് പോകും. ഈ വെയിലത്ത് ഞാൻ മിക്കവാറും വീഡിയോ അവിടെ എത്തിയിട്ട് എടുക്കണ്ടാവുള്ളൂ. നല്ല വെയിലാണ്. എനിക്ക് വെജായി ഫോൺ ഹീറ്റാക്കാനോ ഇതാക്കാനോ. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഫുഡ് ഇനിയിപ്പോൾ ഉച്ചക്കേ ഉള്ളൂ. അപ്പോൾ പടം കഴിഞ്ഞ് വന്നിട്ട് ഫുഡ് കഴിക്കാൻ നിങ്ങൾ വിചാരിച്ച്. ഗൈസ്, വെയിലിൻ്റെ ഇതുകൊണ്ട് എന്തായാലും ചാവുന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രെഡിൻ്റെ അതും ഒരു ബദാം മിൽക്കും മേടിച്ച് ഇത് കുടിച്ച് എന്തായാലും ഒരു 2-3 മണിക്കൂർ എന്തായാലും കിട്ടും. ഇത് തൽക്കാലം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോഴത്തെ കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട് ഇതിലായതുകൊണ്ട് അവിടെ പോയി ഇങ്ങോട്ട് എത്തണ്ടേ നടന്നിട്ട്. അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. ഫോൺ ഹീറ്റാവാൻ തുടങ്ങി തോന്നുന്നു. സൂര്യൻ്റെ ഇരുപ്പ് വശം വെച്ചിട്ട് ഈ സൈഡിൽ നിന്നാണ് വെയിലടിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കടയിലെ തണലുണ്ടാവും. കുറേ ബിൽഡിംഗ് ഉണ്ടായതുകൊണ്ട് തണൽ ഈ സൈഡിലാണ്. അപ്പോൾ കുറച്ചൊക്കെ വെയിൽ കൊള്ളാതെ പോവാ. പക്ഷേ എനിക്ക് പേടി NH മെയിൻ റോഡിൽ നിന്നാണ്. ആ പാലല്ലേ മറ്റേ, ആ ഭാഗത്തൊക്കെ മുടിഞ്ഞ വെയിലാവും. എന്താ അവസ്ഥ അതോ. പക്ഷേ ചൂടിനൊരു കുറവില്ല കേട്ടോ. ആ റോട്ടുമ്പോൾ നിന്നുള്ള ചൂടും ഈ ബിൽഡിങ്ങത്തെ ചൂടൊക്കെ കൂടി ഇങ്ങോട്ടടിക്കും. നടന്നൊരു വഴിയായി. ഭാഗ്യത്തിന് എനിക്ക് കുറച്ചും കൂടി ഉണ്ട്. ഒരു 100 മീറ്റർ 500 മീറ്റർ ഒക്കെ ഉള്ളൂ. അയ്യോ, ഇവിടെ കുറച്ച് തണലുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ ഇതുവരെ വന്നത്. അയ്യോ 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 വെയിലേ എന്റെ ഐഡിയ ആയിപ്പോയി. അയ്യോ, ഞാൻ പറഞ്ഞില്ല, ഒരു 100-500 മീറ്ററും കൂടെ ഉള്ളൂ. ഇതാ ആ കാണുന്ന ബിൽഡിങ്ങില്ല, ഒരു ലുലു മാൾ പോലത്തെ ഒരു ബിൽഡിങ്ങില്ലേ, അതാണ് സിറ്റി സെൻറ്റർ. അതിൻ്റെ ഉള്ളിലാണ് മറ്റേ തിയേറ്ററിൽ സിറ്റി സെൻറ്റർ, അജ്മാൻ സിറ്റി സെൻറ്റർ ഏതോ ഒരു തിയേറ്ററിൽ. അവിടെ മാത്രമേ ഇവിടെ എടുത്തായിട്ടുള്ളൂ കാണുന്നത്. അപ്പോൾ അവിടെ പോവാമെന്ന് വിചാരിച്ചു. അവിടെ ടിക്കറ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. 32-44 അങ്ങനെന്തോ ആണെന്ന് വിചാരിക്കണം. ഞാൻ നോക്കിയപ്പോൾ അവിടെ ചെന്നിട്ട് അറിയാം എത്രയാണ്. ഇത്രയും നേരം വെയിൽ കൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എടുക്കാൻ പറ്റിയ മൂഡിലല്ലേ നിൻ്റെ പൊന്നെ. ചന്തി പൊളിഞ്ഞു വെയിൽ കൊണ്ടിട്ട്. അയ്യോ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. അത് നല്ല കൈ കണ്ട ഫുള്ള് വേർപ്പാ. മുഖം കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. നേരത്തെ നടത്തത്തിന് ശേഷം ഞാൻ എന്തായാലും സിറ്റി സെൻറ്ററിൻ്റെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഉള്ളിൽ കയറട്ടെ. ആകെ ചത്തുകൂടും. കുറച്ച് നേരം ഒന്ന് കാറ്റുള്ളൂ ഇറങ്ങി. അയ്യോ അയ്യോ, 11:30 എത്തിയതുകൊണ്ട് കുറേ ടൈമുണ്ട്. പണം 12 മണിക്ക് ആയതുകൊണ്ട് പോകാം. നോക്കട്ടെ അവിടെ പോയിട്ട്. എൻട്രൻസിൽ എത്തിച്ചേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് റെഗുലറായിട്ട് എടുത്തിന്. എന്താ വെച്ചാൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് അത്രയേ ഉള്ളൂ, അതിനേ ഉള്ളൂ. അതും കാർഡിൽ നിന്ന് വലിക്കേണ്ട വിചാരിച്ച കയ്യിലുണ്ടായിരുന്നു. പക്ഷേ കാർഡിൽ നിന്ന് വലിച്ചു അതല്ല. ഇപ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിക്കോട്ടെ. ഫ്രണ്ടിലിരുന്ന് പടം കാണും. ഫ്രണ്ടിൽ നിന്ന് കാണണമെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ ഈ സമയത്തൊക്കെ നാട് മിസ് ചെയ്യും കേട്ടോ. അയ്യോ, ചെക്കന്മാരൊക്കെ കൂടി വന്നിട്ട് ഇരുന്ന് കാണാൻ പോവുക. രാത്രി 12 മണിക്കോ അല്ലെങ്കിൽ 11 മണിൻ്റെ ഷോയാ ബുക്ക് ചെയ്യുക. ഒരു നേരം കഴിഞ്ഞിട്ട് വരിക. ഞാൻ കറക്റ്റ് ലൊക്കേഷനെ സിനിമ കാണേണ്ടത് എവിടെയെന്ന് വെച്ചാൽ സെൻട്രലായിട്ടാണ്. അപ്പോൾ ആ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ നോക്കി ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നടക്കില്ല. എന്തായാലും ഇത് കഴിഞ്ഞോട്ടെ. ഈ പടം എന്തായാലും കണ്ടോട്ടെ. കാണണമെന്ന് അത്ര ആഗ്രഹിച്ച് വന്നതാണ്. ഇപ്പോൾ കുറച്ച് ഫ്രണ്ട് ക്യാമറയാണ് എടുത്തത്. അത് ഞാൻ ബാക്ക് ക്യാമറയിൽ ഒരു സാധനം കൈ പിടിച്ച് കിട്ടി. അത് കാണേണ്ട വെച്ചിട്ടാണ്.
ഒരു ഈ അജ്മാനിൽ സിറ്റി സെൻറ്ററിൽ പടം കാണാൻ വന്നവർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റേ സ്പൈഡർമാൻ കാണാൻ വന്നവർക്ക് ഒരു സ്പൈഡർമാൻ ഫാന് കിട്ടുന്ന ഏറ്റവും നല്ല പോസ്റ്റർ. നല്ലതെന്നൊന്നും പറയില്ല, പക്ഷേ ഒരു ഉപരഭാഗത്തുനിന്ന് കിട്ടിയൊരു ഒരു 6 തരംസ് മുടക്കലെന്താ ഒരു പോസ്റ്റർ കിട്ടിയില്ലേ, അതന്നെ വലിയ കിട്ടിയത്. അയ്യോ, താങ്ക് യു ഫോർ ദാറ്റ് അജ്മാൻ സിറ്റി. എവിടെ? അജ്മാൻ സിറ്റി സെൻറ്റർ. താങ്ക് യു ഗായ്സ്. ഇനി 3/4 മണിക്കൂർ കൂടി ഉണ്ട് പടം തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ ഒരു 2 മണിക്കൂർ വേഗം പോകും. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നടന്ന് റൂമിലേക്ക് പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വെയിലത്ത്. അയ്യോ, സിറ്റി സെൻറ്റർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കാണാൻ പറ്റില്ല. ഇതിനുള്ളിൽ നിന്ന് കറങ്ങിയിട്ട് നേരെ റൂമിൽ പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിന് വെയിലൊക്കെ ഇതാക്കാൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താവുന്ന അപ്പോൾ ഗൈസ് ഒറ്റക്കാരേ പറയുള്ളൂ, സ്പൈഡർമാൻ വിൽ റിട്ടേൺ. എന്തായാലും അടുത്ത പാർട്ടുണ്ടാവും, കൺഫേമാണ്. പാടം സെറ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് പറയാൻ സൗണ്ട് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ സ്ക്രീനിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്കൊരു മജ കിട്ടിയില്ല. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. തിയേറ്ററിൽ തന്നെ കണ്ടു ചെയ്തത് നന്നായി. ഞാൻ അത്രയും കാണാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ വന്ന് കണ്ടു ചെയ്തത് നന്നായി. അത്രയും കാത്തിരുന്ന പടമായിരുന്നു ഒന്ന്. പിന്നെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ, ഇഷ്ടപ്പെട്ട ആക്ടർ ആ ക്യാരക്ടർ ചെയ്യണു. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് എന്തായാലും സ്പൈഡർമാൻ സമ്മതിച്ചു തന്നിരിക്കും. അടിപൊളി പടം. എനിക്ക് മാക്സിൽ അടുത്ത പ്രാവശ്യം മാക്സിൽ വന്ന് പടം കാണുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോനെ പടം തുടങ്ങാൻ കുറച്ച് ടൈം എടുത്തു. 12 മണിക്ക് തുടങ്ങിയാൽ കയറി ഇരുന്നിട്ട് ഒരു അരമണിക്കൂർ ഫുള്ള് എന്താണ് പല പടത്തിൻ്റെയും ട്രെയിലർ ഇങ്ങനെ ഇട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രെയിലറും വന്നു മോനെ. ആസ് എ മാർവൽ ഫാൻ, ആസ് എ അവഞ്ചർ ഫാൻ, എൻ്റെ പൊന്നളിയാ, അതുകൊണ്ട് കണ്ടപ്പോൾ ഉണ്ടല്ല ആരും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ 10-15 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു ട്രെയിലർ കൊണ്ട് വന്നപ്പോൾ രോമം നീച്ചു. ഏതാന്നല്ലേ? ഡോക്ടർ ഡൂം. പൊന്നെ, തോറും ആ ക്യാപ്റ്റൻ തോറിൻ്റെ അടുത്ത് ആ മിയോൾഡിയർ ഒന്ന് മേടിക്കുമ്പോഴുള്ള സീനും ആ പൊന്നളിയാ, അത് സീന് ആ ട്രെയിലർ. പിന്നെ കുറേ ഏതൊക്കെ പടത്തിൻ്റെ ട്രെയിലർ കാണിച്ചു. മലയാളത്തിലൊരു പടം കണ്ടില്ല, തുടരൊന്നും കണ്ടില്ല. അല്ല തുടക്കോ അതൊന്നും കണ്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പോൾ സമാധാനമായി. എന്തോ ഒന്ന് കിട്ടിയ പോലെ ഉണ്ട്. എന്തായാലും നല്ല വെയിലാണ്. റൂമിൽ പോട്ടെ, ഇനി റൂമിലെത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇതുണ്ടാവുമെന്ന് വിചാരിക്കണം. ആ സിറ്റി സെൻറ്ററിനുള്ളിൽ ഓവർ കറങ്ങാനൊന്നും നിന്നില്ല. കുറച്ച് നേരം ഒന്ന് നിന്ന് നല്ല വിശക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ ഒന്ന് റൂമിൽ വേഗം പോയി ഫുഡ് കഴിക്കാച്ചിട്ട് അവിടെ ഫുള്ള് സാധനത്തിന് നല്ല റേറ്റാണ്. നമ്മളെ ബഡ്ജറ്റിന് താങ്ങൂല. അതുകൊണ്ട് റൂമിലെത്തിയിട്ട് കഴിക്കാൻ ചെയ്യും. അപ്പോൾ ഭയങ്കര നടന്നു. പിന്നെ കുറച്ച് നേരം കിടക്കണം. ഒന്ന് ഉറക്കവും ശരിയായിട്ടില്ല. ഒരു കഥയാണ്. ഇന്ന് വന്ന് കണ്ടത് നന്നായിട്ട്. ആസ് യൂഷ്വൽ അജ്മാനിൽ ആരെങ്കിലും പടം കാണാത്ത, ബ്രാൻഡിലൂടെ കാണാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോയി കണ്ടോളി. ഒരു പോസ്റ്ററും കിട്ടും മാർവൽ ഫാൻ ആണെങ്കിൽ. അല്ലെങ്കിൽ പോയി കണ്ടാലും കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആസ് എ സ്പൈഡർമാൻ ഫാൻ ആണെങ്കിൽ പോയി കണ്ടോളി. വെർത്താണ് പടം. ഈ പോസ്റ്ററും വെർത്തുണ്ട്. ഇത് ഫ്രീ ആട്ടോ, ഇതൊരു ഫ്രീ ആയിട്ട് വന്നതാണ്. പടം നല്ല വെർത്തുണ്ട്, നല്ല അടിപൊളി. ഒന്നും പറയാനില്ല. അതൊക്കെ റിവ്യൂ ഒക്കെ കഴിഞ്ഞതാണ് എനിക്കറിയാം. പക്ഷേ സീന് പടം ഇല്ല ഗൈസ്. റൂം വരെ എത്തുമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയെന്ന് നല്ലൊരു ഹോട്ടലുണ്ട്, ഒരു മലയാളീസിൻ്റെ. അവിടെ നല്ല ഫുഡ് അടിച്ച് ചോറും കറിയും കഴിച്ചു. പിന്നെ ഇപ്പോഴാണ് വയറൊന്ന് സെറ്റ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് എനർജി ഉണ്ട് നടക്കാൻ. മറ്റേ ചത്തുപോയി ഇവിടെ എത്തിയപ്പോൾ. അയ്യോ, റൂമിലെത്തി കിട്ടിയാൽ മതിയാ. പോയി കിടന്നുറങ്ങണം.